കേട്ടോ കനകം, പണ്ട് പടവലം തെക്കിനിയിലെ ഉത്സവം എന്തോ ഒരു ആഘോഷമായിരുന്നെന്നറിയാവോ? ആ പ്രദേശത്തെ ഒരു ചെറിയ ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. മീനമാസത്തിലെ ആയില്യം ആ വിശേഷം. എന്തുമാത്രം ആൾക്കാരാ തടിച്ചു കൂടുന്നതെന്നറിയാവോ? അപ്പൊ എത്ര ആൾക്കാർ കാണും? ഒരു 100-300 ആൾക്കാർ കാണും. അവരൊക്കെ മിറ്റത്തിങ്ങനെ നിൽക്കും. വീടിനകത്താണ് നാഗര ഇരുത്തിയേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആൾക്കാർ വരിവരിയായിട്ട് ചെന്ന് വേണം, അകത്ത് കയറി വേണം തൊഴാന്. പിന്നെ ഒരു 3 ദിവസത്തെ ഉത്സവമായിരിക്കും. 3-ാമത്തെ ദിവസം ഭയങ്കര ആഘോഷമാവും. ഭയങ്കര സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി ഒന്നും പറയണ്ട, എന്തൊരു വിശേഷമാണെന്നറിയാവോ? അപ്പൊ ഇത്രയും ആൾക്കാർ എവിടെ ഇരുന്ന് ഫുഡ് കഴിക്കും? മിറ്റത്ത് മൊത്തം പന്തലെടുത്തില്ലയോ, അവിടെ നല്ല തൂശലി അങ്ങോട്ട് നിരത്തും, അവിടെ പായൂടും, അവിടെ ഇരുന്ന് കഴിക്കും. അപ്പൊ ഇത്രയും പേർക്ക് അമ്മമ്മയാണോ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അല്ല, തിരുവല്ലായിന്ന് പാചകക്കാര് വരും. കേൾവി കേട്ട പാചകക്കാരാ. ഇതൊക്കെ എന്നെ അവിടെ കല്യാണം കഴിച്ചോണ്ട് ചെല്ലുന്ന സമയത്തുള്ള കാര്യങ്ങളാണേ. അന്ന് അപ്പൂപ്പന്റെ ചേട്ടനും ഉണ്ട്. പിന്നെ എല്ലാരും പല വഴിക്ക് പോയപ്പം ഉത്സവം മടങ്ങി. പിന്നെ ആൾക്കാരും വരാതെയായി. அம்மா எங்க அம்மாவோட ஊர் இருக்கு, பார்வதிபுரம் சொல்லும். நம்ம மதுரையில இருந்து கொஞ்சம் தள்ளித்தான். அங்க ஒரு மாரியம்மன் கோவில் இருக்கு, முத்துமாரியம்மன். அங்க ஏத்த திருவிழாமா நீங்க சொன்ன மாதிரி தான் ரொம்ப கொண்டாட்டமா இருக்கும். ഇന്നെന്ത് പറ്റി പതിവില്ലാണ്ട് അടുക്കള ദശക്കാർ ഊഞ്ഞാൽ ദശത്തെത്തിയേക്കുന്നത്? കാപ്പിയൊക്കെ കൃത്യസമയത്തിന് കഴിച്ചായിരുന്നോ? ആ, അപ്പൊ ഇനി ഊണ് കുറച്ച് താമസിക്കും. എന്താ? ഓ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? എന്നാ ശരി, നിങ്ങൾ സംസാരിച്ചിരുന്നോ? ഞങ്ങൾ കിച്ചണിൽ പോവാം. ഓ, എന്നാ പിന്നെ ഗംഭീരേ. അതെന്തേ, ഇഷ്ടപ്പെട്ടില്ലേ അവിടുന്ന്? என்னோட கௌரி, அங்க கொஞ்சம் வேலைதான் மிச்சம் இருக்கு. தோரனுக்கெல்லாம் அரிஞ்சு வச்சிருக்கோம், ஜஸ்ட் அது காய்ச்சணும், அவ்வளவுதான். എന്നാ പിന്നെ അതും കൂടെ അങ്ങ് സമയം പോലെ ചെയ്തോട്ടെ അല്ലേ? അല്ല, കുടുംബത്തിലെ മൂത്ത പുത്രൻ രാവിലെ 5 മണിക്ക് പടവലത്ത് പോയതാണല്ലോ. മണി 10 കഴിഞ്ഞു, ഇതുവരെയായിട്ട് വന്നിട്ടില്ലേ അവൻ? അതിപ്പോ അവിടെ ചെന്നപ്പോ ഉമേഷിനെ കണ്ടു കാണത്തില്ല, അതാ അവനിങ്ങ് വന്നോളൂ. ഇനിയിപ്പോ ബൈക്കുന്നേന്ന് പറഞ്ഞോണ്ട് വരും. എത്ര ദിവസമായി ഞാൻ പടവലത്ത് പോയിട്ട്. നമുക്ക് പോയാലോ ശിവ? പോവാം. എന്നാ പിന്നെ ഞാനും വരുന്നു. എന്നാ പരിപാടി ക്യാൻസൽ. ഞാൻ വരുന്നെന്ന് പറഞ്ഞപ്പോ പരിപാടി ക്യാൻസൽ എന്നാ? അമ്മായിക്ക് ഞാൻ വരുന്നെന്ന് പറഞ്ഞ എന്താ കുഴപ്പം? എടാ, ഞാൻ തമാശക്ക് പറഞ്ഞത്, നീ വാ. തമാശക്ക് പറഞ്ഞെന്നാ? അല്ലെങ്കിൽ അമ്മായിക്ക് കൊച്ചുപിള്ളേരെ ഇഷ്ടമല്ല. എന്റെ പാറുവേ, നീ പറഞ്ഞു എങ്ങോട്ട് പോണ? അമ്മായിയുടെ സൈക്കോളജി ഒക്കെ എനിക്കറിയാം. സൈക്കോളജി അറിയാന്ന? ആ, എത്തിയല്ല യുഗപുരുഷൻ. ഓ, എന്റെ പൊന്നമ്മൂമ്മോ, പറയണ്ട. എന്താ മോനെ? ഞാൻ നമ്മുടെ പടവലത്ത് വീട്ടിലോട്ട് വന്നപ്പോഴേ മൊത്തം ആൾത്തിരക്കും ബഹളവും. എന്ത്? ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ കള്ളം കയറിയെന്ന്. കള്ളം കയറിയോ? പിന്നാണ് മനസ്സിലായത് മൊത്തം കള്ളന്മാരാണ് വീട്ടിൽ കയറിയേക്കണേന്ന്. അമ്മൂമ്മ പറമ്പിൽ ഒടിഞ്ഞു കിടക്കണ ചുള്ളി, കമ്പ്, പിന്നെ നമ്മുടെ മറ്റേ അടയ്ക്ക എല്ലാം പറക്കിയെടുക്കാൻ വേണ്ടി നാട്ടുകാർ കയറിയതാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, ഞാൻ അത്തോട്ട് കയറി പോയി. എന്നെ കണ്ടപ്പോൾ തന്നെ എല്ലാരും കൂടെ പെട്ടെന്ന് പേടിച്ച് വരണ്ടേ, എന്തെങ്കിലും ഇവൻ പറയുമോ എന്നുള്ള രീതിയിലൊരു നിപ്പ്. മോനൊന്നും പറയാൻ പോണ്ട. ഇതെന്താ മക്കളെ സഞ്ചിയില്? ഇതാ, ഇതിന്റെ കാര്യം ഞാൻ പറയാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. അമ്മൂമ്മ, നമ്മുടെ പടവലത്തെ നടുത്തളം ഉണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് ഒരു അറയുണ്ടല്ലോ, നിലവറ. ആ നിലവറയിൽ കിടന്ന സാധനമാണ്. പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോ ഇഷ്ടം തോന്നി, ഞാനിങ്ങ് എടുത്ത്. ഇത് അമ്മൂമ്മ എല്ലാം കണ്ടേക്കണ കാണിച്ചേ. നല്ല സിഗ്മ ഫേസ് അല്ലേ? ജോലിയിലൊക്കെ ഉണ്ട്. നല്ല രസം കാണാൻ. എടാ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തോണ്ട് വന്നു. നോക്കട്ടെ. നോക്ക്, അത്ര നിനക്കൊക്കെ എന്തിനാ?
ഡാ നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങോട്ട് എടുത്തോണ്ട് വരാൻ? എന്തോരമ്മൂമ്മ, ഞാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ ഉള്ളൂ, അല്ലാതെ എടുത്ത് വിറ്റൊന്നുമില്ലല്ലോ. എടാ എന്നെ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പേ ചാക്കിനകത്ത് കെട്ടി അരക്കകത്ത് ഇട്ടിരുന്ന ഇത്. എന്റെ പൊന്നമ്മൂമ്മ എന്നെ കെട്ടിയെടുത്തോണ്ട് അങ്ങോട്ടേ. അതായത് ഞാൻ അവിടെ ചെന്നപ്പോ അതിനകത്ത് കെട്ടിക്കിടന്നിരുന്ന ഇത് ആ ചാക്ക് ഞാൻ കെട്ടയച്ച് ഇത് ഞാൻ കൊണ്ടുവന്നു പോയി. എന്റെ ഭാഗത്താണ് തെറ്റ്. എടാ ഇത് എന്തൊക്കെയോ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കെട്ടിയിട്ടിരുന്നത്. അമ്മൂമ്മ ശരിക്കും ഇതാരാ? ഇത് 100-300 വർഷം മുമ്പ് നമ്മുടെ തറവാട്ടിലുണ്ടായിരുന്ന ഒരു നാടുവാഴി തമ്പുരാനാ. തമ്പുരാനാ? കണ്ടിട്ട് ഒരു ഈജിപ്ഷ്യൻ ലുക്ക്. അപ്പൊ ഈജിപ്തിൽ നമുക്ക് ബന്ധുക്കൾ ഉണ്ടായിരുന്നല്ലേ? പിന്നെ ഈജിപ്തിലെ ഫറാവോ നമ്മുടെ ചിറ്റപ്പനായിരുന്നല്ലോ. ഒന്ന് പോവച്ചേ. പണ്ട് ബ്രിട്ടീഷുകാർ കേരളത്തിൽ വരുമ്പോഴേ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. പിറവവും പാഴൂരും ഒക്കെ നാട്ടുരാജ്യമായിരുന്നു. അവിടുത്തെ നാടുവാഴിയായിരുന്നു ഇദ്ദേഹം. എന്നിട്ട് ഈ നാടുവാഴിയുടെ പേരെന്താണ്? പാഴൂർക്കര രാവുണ്ണി ചെറിയ നാടുവാഴി. ഓ, ചെറിയ നാടുവാഴിയായിരുന്നല്ലേ. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഒക്കെ നല്ല വശമായിരുന്നു. അതുകൊണ്ടാണല്ലേ നമുക്ക് ഇത്ര അറിവും ധൈര്യവും ഒക്കെ. എന്തോ എങ്ങനെ ഫാറൂസിനാ അറിവാ ധൈര്യമാ? അളിയോ ഒത്തിരി അങ്ങാക്കല്ലേ. നമ്മള് പാഴൂർക്കാർക്ക് ഭയങ്കര ധൈര്യം അറിവൊക്കെ തന്നെ. നീ നിർത്ത്. അമ്മ ബാക്കി തള്ളു. തള്ളുതൊന്നും അല്ല ഗൗരി. എനിക്കേ ഈ കഥയൊക്കെ പറഞ്ഞു തന്നത് അപ്പൂപ്പന്റെ ചേട്ടനാ. ഓ, അപ്പൊ പുള്ളിയും ഭയങ്കര തള്ളായിരുന്നല്ലേ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഗൗരി? ആഹാ, അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെ വന്ന് ഒരു ഈജിപ്തുകാരനായി ഈ പ്രതിമ ഉണ്ടാക്കിയത്. നാടുവാഴി തമ്പുരാനും അദ്ദേഹവും കൂടെ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് നാടുവാഴി തമ്പുരാനെ ഇരുത്തിപ്പണിതാണ് ഈ പ്രതിമ. ഓഹോ, അപ്പൊ ഒരു ഈജിപ്തുകാരൻ പണിഞ്ഞോണ്ടായിരിക്കും അല്ലേ തലയിൽ മകുടം. എന്തോ ആയാലും നീ ഇതിങ്ങോട്ട് എടുത്തോണ്ട് വരണ്ടായിരുന്നു. என்னம்மா ஏதா பிரச்சனையா? ഈ പ്രതിമയെ ആദ്യം മുളത്തെ മുറിയിലായിരുന്നിരുന്നത്. രാത്രിയാവുമ്പോൾ ഭയങ്കര നിലവിളി ശബ്ദം കേൾക്കുന്നു. ഈ പ്രതിമയിലെ നാടുവാഴിയുടെ ആത്മാവുണ്ടെന്നാ പറയുന്നത്. അത് നാടുവാഴിക്ക് പേടിയുള്ളതുകൊണ്ട് നിലവിളിച്ചായിരിക്കും. നാടുവാഴിക്ക് പേടിയൊന്നുമില്ല. വീരശൂര പരാക്രമിയായിരുന്നു. രാത്രിയാവുമ്പോഴേ വിളിക്കും, ആരെവിടെ, സമക്ഷത്തിൽ വരൂ. പിന്നെ കുറച്ചു നാളത്തേക്കിന് അനക്കൊന്നുമില്ല. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ പ്രതിമ നടുത്തളത്തിലിരിക്കുന്നു. അതാരും കൊണ്ട് വെച്ച്? ആരും കൊണ്ടുവച്ചതൊന്നുമല്ല, നടന്നു വന്ന്. അതിന് നടന്നു വരേണ്ട കാര്യമുണ്ടോ? മാവ് ഇങ്ങനെ അങ്ങ് വരത്തില്ലയോ? വന്ന് അവിടെ തന്നെ ഇരിക്കുന്നു. എന്നിട്ട് അങ്ങനെ വീട്ടിൽ ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇത് പൊതിഞ്ഞു കെട്ടി അറയ്ക്കാത്തി കൊണ്ടുവച്ചത്. ആ പൊതിയാണ് യവനെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. അമ്മായി പേടിക്കൊന്നും വേണ്ട. അമ്മൂമ്മ ചുമ്മാ ഇങ്ങനെ ഓരോ തമാശക്ക് ഓരോ കെട്ടുകഥകളൊക്കെ പറയുന്നില്ലേ. കേശേ, ഓ നീ ഒരു കാര്യം ചെയ്യോ? ഓ, നീ പ്രതിമ എടുത്തോണ്ടേ പടവലത്ത് തന്നെ കൊണ്ടേ വെക്കൂ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കൊണ്ടുപോണേ? ഒരു കാര്യം ചെയ്യ്, ഇവിടെ ആളിയാ, നമുക്ക് ഇത് ഒരുമിച്ച് കൊണ്ട് വെച്ചിട്ട് വരാം. ഞാനൊന്നും ഇല്ലത് പോയാടാണ്. തിരിച്ചു കൊണ്ടൊന്നും വെക്കണ്ട. അമ്മ പറയണ വലിയ കാര്യമാക്കണ്ടെന്നേ. ശരിയാ, അമ്മ പറഞ്ഞ കാര്യമാക്കണ്ട. ഇത് അമ്മയുടെ റൂമിൽ വെച്ചേക്ക്. എന്റെ റൂമിലാ? ഓ, എന്റെ റൂമിൽ വെക്കണ്ട, ലച്ചുവിന്റെ റൂമിൽ വെക്കാം. ആ, ഞങ്ങളുടെ റൂമിൽ സ്ഥലമൊന്നുമില്ല. ഒരു കാര്യം ചെയ്, നീ തന്നെ കയ്യിൽ വെച്ചോ. ഇല്ല, ഞാൻ അങ്ങനെ കൈ വയ്ക്കും. ആ, റൂമിൽ മൊത്തം പൊടി മൊത്തം ഇടിച്ചിരിക്കണം. അപ്പം തുടയ്ക്കണം, അത് പിന്നെ നിറയ്ക്കാം. ഒരെണ്ണം എടുത്തോണ്ട് പോയില്ലേ? വേണ്ട, ആത്മാവിന്റെ പുറകിലും കണ്ണുണ്ടെന്ന. രാവുണ്ണി,
അപ്പൂപ്പൻ ഇവിടെ മറ്റേ ഡൈനിങ്ങിൽ തന്നെ ഇരിക്കാതെ അങ്ങോട്ട് മാറിയിരിക്കുക. വേണ്ട. അപ്പൂപ്പൻ സേഫ് അല്ലേ? അപ്പൂപ്പൻ പണ്ടത്തെ വലിയ കിടിലായിരുന്നല്ലേ? ഞാനെന്നാ പിന്നെ ഒന്ന് ഇവിടെ ഇരുന്നോട്ടെ. അപ്പൂപ്പന് ദേഷ്യമൊന്നും ആവൂലല്ലോ? എവിടോ എൻ്റെ ഒരു ഫേസ് കട്ടുണ്ട്, എനിക്കെവിടോ അങ്ങയുടെ ഒരു ഫേസ് കട്ടുണ്ട്. കൊല്ലാൻ നോക്കണാടി നീ. ഞാൻ ചേട്ടനെ വിളിക്കാൻ വന്നതാ. ഇങ്ങനെയാണോ വിളിക്കാൻ പറഞ്ഞേ? സത്യം ഞാൻ ഇപ്പം അപ്പൂപ്പൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആണാ? ആ ചേട്ടാ, എന്നാൽ ഈ പ്രതിമ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നു. പ്രതിമേ അടി അപ്പൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെയാണ് സംസാരിക്കണേ? സോറി പറ. സോറി. ആ ക്ഷമിക്കണം, കൊച്ചു അറിവില്ല പൈതൽ. ചേട്ടാ, നമ്മൾ കുറച്ചു ദിവസം മുമ്പ് ഒരു സിനിമ കണ്ടില്ലായിരുന്നോ? ഏത് സിനിമ? അമ്മ റിട്ടേൺ. അമ്മ റിട്ടേൺ? ആ, മമ്മി റിട്ടേൺസ്. അത് തന്നെ. അതേപോലെ ഉണ്ടോ ഇത്? ഞാൻ പോവാണ്. നീ പോലെ നില്ല പോലെ. അപ്പൂപ്പ അധികം നേരം ഇങ്ങോട്ട് നോക്കിന്നാ ചിലപ്പോ നമ്മൾ ദഹിച്ച് അങ്ങനെ തന്നെ അങ്ങ് പോകും. അപ്പൂപ്പൻ കുറച്ചെന്തോ അങ്ങോട്ട് നോക്കിയേരി. ആ മുറി അവിടെ കറക്റ്റ് പറഞ്ഞ അപ്പൂപ്പന്റെ കൊച്ചുമക്കളുടെ ഏതോ ഒരു എൻ്റെ മരുമോളാണത് പറഞ്ഞു വരുമ്പോ. ഡയറക്റ്റ് ലീനിയേജ്. അപ്പൊ അതാണ് കറക്റ്റ്. ഓഹോ, മക്കളെ അല്ല കൊച്ചി പോവാൻ പറഞ്ഞ അപ്പൊ പോവും. അപ്പ എനിക്ക് ഒരു കോള് വരുന്നുണ്ട്, ഞാൻ പിന്നെ വരാവേ. ഹലോ, ആണോ? ഇതാരും ഇവിടെ കൊണ്ടുവച്ചേക്കണം. എന്തിനാ എന്റെ റൂമിൽ നോക്കിക്കൊണ്ടിരിക്കണം? അതെ, എന്റെ റൂമിലൊന്നും ഇല്ല. ശരി, ഓ ഞാൻ വിളിക്കാം പോരെ. ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കണേ, ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചല്ലേ. എന്തോട്ടാ? എന്തോ കാര്യം പറ. അയ്യോ, നീ അല്ലേ തിരിച്ചു വെച്ചേ? അല്ല. അല്ലേ? ആരായിട്ടാ തിരിച്ചു വെച്ചേ? എന്തുവാ? നമുക്ക് നോക്കിയാലോ? നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ചേട്ടാ, ഇനിയിപ്പോ നമ്മളെ കാണാത്തോണ്ട് തിരിഞ്ഞു നോക്കിയതായിരിക്കോ? നീ വന്നേ.
അങ്ങോട്ടല്ലേ നോയിക്കൊണ്ടിരുന്നേ? അങ്ങോട്ടല്ലേ നോയിക്കൊണ്ടിരുന്നേ? എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടൊരു എന്താടാ എന്ത് ചേച്ചി? അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു എന്താന്ന്. എന്നെ അങ്ങ് കൊല്ലണോ നിങ്ങൾ എല്ലാരും കൂടെ? ഇങ്ങോട്ട് നോയിക്കൊണ്ടിരിക്കണ്. അവൻ ഇങ്ങോട്ട് തിരിച്ചു വെച്ച് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടല്ലേ ഇരിക്കുള്ളൂ. അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോ ഇങ്ങോട്ട് നോയിക്കൊണ്ടിരിക്കണ്. ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ച് എന്നിട്ട് ഞാനൊരു കോൾ ചെയ്യാൻ പോയി. തിരിച്ചു വന്നപ്പോ എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കണ. ഇനി ഇത് തിരിയും കറങ്ങും. ഞാൻ ഇവിടെ നിന്ന് തിരിഞ്ഞു കളിച്ചാലേ എന്റെ ജീവനത് ആപത്താ. അതുകൊണ്ടേ ഞാൻ പോണ്. ചേച്ചി അപ്പൊ ഒരു ചെറിയ കയ്യബദ്ധം പറ്റി പടവെടുത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് അബദ്ധം പറ്റി കൊണ്ടുവന്നു പോയതാണ്. ആ കലിപ്പ് ദേവിയിൽ എൻ്റെ അടുത്ത് തീർക്കല്. ഒറ്റയ്ക്ക് മേളത്തെ നിലയിൽ താഴെ വരെ ഇറങ്ങി വന്നതല്ലേ പടവലത്ത്. അതേപോലെ ഇപ്പൊ ഒറ്റയ്ക്ക് തിരിയുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ അങ്ങ് പൊക്കൂടെ തിരിച്ച്? ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ഇഷ്ടം പോലെ. ഇതെന്താണ് ഇങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നു? നോക്കി പഠിപ്പിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും. അങ്ങോട്ട് ഫേസ് ചെയ്ത് വയ്ക്കാം. നീ പറ. ഇപ്പൊ കേക്കാം. ഇല്ലടാ ഞാൻ കിച്ചണിലായിരുന്നു. ഒന്ന് ഹോൾഡ് ചെയ്യേ. ഇപ്പൊ വിളിക്കാം. ചെയർ എങ്ങനെ അവിടെ എത്തി? ഇതെങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ്? ഇതെങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു? ഞാൻ അങ്ങോട്ട് തിരിച്ചു വെച്ചല്ലായിരുന്നോ? ഉലകം പോണ പോക്ക് പാറ പെണ്ണാട്. എന്തിനാണ് പ്രതിഭ അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കുന്നത്? നമുക്കാർക്കും പ്രതിഭ കാണണ്ടേ? തൽക്കാലം ഇങ്ങോട്ട് തിരിഞ്ഞിരി, നമ്മളും കൂടെ കാണട്ടെ. ശിവ, അപ്പൊ നീയാണല്ലേ? എന്തോന്ന്? നീയാണ് ഈ പ്രതിമേനെ തെക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും തിരിച്ചു വെച്ചോണ്ടിരിക്കണത്. ഞാനൊന്നുമല്ല തെക്കും വടക്ക് തിരിച്ചു വെച്ചത്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ശിവ, കള്ളം പറയല്ലേ? ഞാൻ എന്താ പോയി കള്ളം പറയണത്? ഞാൻ ഇപ്പൊ വന്നിട്ട് അങ്ങോട്ട് തൊട്ടേ ഉള്ളു സാധനത്തെ. ശിവ, നീ തിരിച്ചു വെക്കണമെന്ന് എനിക്കറിയാം. അമ്മായിക്ക് എന്തോ അമ്മായി, ഞാനൊന്നും അല്ല, ചുമ്മാടില്ലാണ്ട് പറയട്ടില്ലേ. എന്തുവാ എന്തുവാന്നാ ഈ ശിവ ഉണ്ടല്ലോ ഈ പ്രതിമേനെ തെക്കോട്ടും വടക്കോട്ടും തിരിച്ചു വെച്ചോണ്ടിരിക്കണം. അത് ശരി. അപ്പൊ ശിവാനി മോൾ ആയിരുന്നല്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചോണ്ടിരുന്നേ? ഞാൻ
എങ്ങും അല്ലളിയാ. അമ്മായി ഞാൻ ഇത്ര നേരം എവിടെയായിരുന്നു? പറ, എവിടെയായിരുന്നു? ഞാൻ കിച്ചണിലായിരുന്നോ? അമ്മായി എവിടെ നിന്ന് ഇറങ്ങിയത്? ഞാൻ കിച്ചണിലുണ്ടായിരുന്നോ? പിന്നെ ഞാൻ തിരിച്ചു വെക്കും സാധനം. പക്ഷെ ഞാൻ റൂമിലായിരുന്നപ്പോ നീ എവിടെയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അമ്മായി റൂമിൽ നിന്ന് അങ്ങോട്ട് വന്നപ്പോ ഞാൻ കിച്ചണിലുണ്ടായിരുന്നോ? എന്താ ഇവിടെ പ്രശ്നം? ശിവയില്ലേ, ആ ശിവ ഈ പ്രതിമേനെ തെക്കോട്ടും വടക്കോട്ടും തിരിച്ചു വെച്ചോണ്ടിരിക്കുകയായിരുന്നു. വേണ്ട, എല്ലാത്ത പറഞ്ഞ തലടിച്ചിരിക്കും കേട്ടോ. ഞാനല്ല. തിരിച്ചു വെക്കണം. ഞാനല്ല. ഈ കൊച്ച് പേടിച്ച് നിലവിളിച്ചതിനും പറ്റിപ്പോയെന്ന് അറിയോ? ചേട്ടനെ പേടിയില്ലായിരുന്നല്ലോ. പിള്ളേരെ ഞാൻ ഒരു കാര്യം പറയാം. കളിച്ച് അവസരം കളി കാര്യാവേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ആരെങ്കിലും തിരിച്ചു വെക്കുന്നതാണോ അതോ ഇത് തന്നെ തിരിയുന്നതാണോ? എന്റടാ ഒരുത്തനെ ബാക്കിന്ന് വിളിക്കുമ്പോ അങ്ങനെ ഒന്ന് വിളിക്കല്ലേ? நான் இப்படித்தானே தோண்டினேன். തോട്ടിട്ടിങ്ങനെയാണോ വന്നിരിക്കണ അടുത്ത്? ആന്റി, പ്രതിമ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ താനേ തിരിയുന്നു. என்ன தானே திரியறதா? ദേവൻ ഒറ്റൊരുത്തരാണ് എല്ലാത്തിനും കാരണം. കണ്ണി കണ്ട സ്ഥലത്തൊക്കെ ഓരോന്നും കൊണ്ട് വന്നോളും, ബാക്കിയെല്ലാം ദ്രോഹിക്കാൻ വേണ്ടിട്ട്. കണ്ണേ കണ്ട സ്ഥലോ? എടേ, ഞാൻ നമ്മുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണത്. നിന്നോട് ആരടാ പറഞ്ഞത് കൊണ്ടുവരാൻ? അതും എന്തെങ്കിലും പറയാനുണ്ടാ? ഉണ്ടാ പറയാനാ? പറയാനില്ല, സമയം വെച്ച് സംഭവിച്ചു പോയി. ഇപ്പൊ എന്തോന്ന് ചെയ്യതിന്? ഡേയ്, കൊണ്ടുവന്ന ആള് പറ എന്തോന്ന് ചെയ്യണമെന്ന്. കൊണ്ടുവന്ന എന്താ? ആര് കൊണ്ടുവന്നു? തിരിച്ചുകൊണ്ട് വെക്കണം അങ്ങോട്ട്. എന്നാ പിന്നെ തേച്ച് കൊണ്ടുപോയി വെച്ചേ. എവിടെ പ്രതിമയുടെ எங்க போச்சு? യോ